ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഇപ്പോൾ രാവിലെ കാപ്പിക്ക് ഞാൻ പൂരിയും മുട്ടക്കറിയുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂരിക്ക് ഞാൻ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു തിരക്ക് പിടിച്ചൊരു സമയമാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ്. എനിക്കിങ്ങനെ വോയിസ് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നൊന്നും അറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നും അറിയില്ല. ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. തെറ്റെന്തുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇക്ക കാപ്പി കുടിച്ചിട്ടൊക്കെ ഓഫീസിലൊക്കെ പോയി. ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ടാക്കുകയാണ് ഞാൻ. മീനും കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് തക്കാളിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തക്കാളിക്കറി ഉണ്ടാക്കുകയാണ്. ഈ തക്കാളിക്കറി നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഒരു തക്കാളി, ഒരു ഉള്ളിയും 2 പച്ചമുളകും മാത്രം മതി. പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാമ്പാറിൻ്റെ പൊടി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് സാമ്പാറിൻ്റെ പൊടിയും ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് മീനോ അങ്ങനത്തെ കറി വെക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ തക്കാളി കറി പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് റെഡി ആവുകയും ചെയ്യും. നിങ്ങളങ്ങനെ ചെയ്ത് നോക്കൂ. ഞാൻ മിക്കവാറും മീനൊന്നും കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ്. പെട്ടെന്ന് പരിപാടി കഴിയുകയും ചെയ്യുമല്ലോ, നമ്മളെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുകയും ചെയ്യും. അപ്പോൾ തക്കാളിക്കറി ഉണ്ടാക്കാമെന്ന് കരുതി. ചോറ് ഓൾറെഡി വെച്ചു. ശരിക്കും ചൂടുവെള്ളമാണ് ഇതിലോട്ട് ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളമാണെങ്കിൽ കറി കുറച്ചും കൂടി തിക്കാവും. ഇത് ഇവിടെ ഉണ്ടായ അമരയാണ്. നമ്മളിവിടെ തോട്ടത്തിലുണ്ടായ അമരയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ അമരയാണ്. ഒരുപാടുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട്. ഒത്തിരി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് തവണ അതൊന്ന് പറിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് തോരൻ വെക്കാൻ വേണ്ടി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചോറ് വെന്തു. ഞാൻ കുക്കറിലാണ് ചോറ് വെക്കാറ്. ഒരൊറ്റ വിസൽ മതി, പെട്ടെന്നാവും. ഞാൻ വാർക്കുന്നത് കണ്ടോ? ഇതേപോലത്തെ ഒരു വലിയ ഡവറയിലാണ്. കഞ്ഞിക്കല്ല ഇരിപ്പുണ്ട്, പക്ഷെ അത് എടുക്കാനുള്ള മടി കാരണം കയ്യിൽ എത്തിപ്പിടിക്കാവുന്നത് എന്താണോ ഉള്ളത്, കയ്യിൻ്റെ അടുത്തുള്ളത്, അതെടുത്തിട്ട് വേഗം എളുപ്പപ്പണി ചെയ്യാറാണ് പതിവ്. ഈ ഡവറയിലാണ് ഞാൻ വാർത്താറ്. എനിക്കിപ്പോൾ നല്ല പരിചയമായി. നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ ചെയ്യുന്നത്?
അപ്പോൾ എൻ്റെ അമര വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇസ ബേബീനെ നോക്കാം. ഇസ ബേബി സോഫയിലൊക്കെ കയറിയിരുന്ന് സെറ്റിൽ കയറിയിരുന്ന് ടി വി കാണാണ്. അവളെ ഞാൻ ഇന്ന് സ്കൂൾ വിട്ടില്ല, നല്ല മഴ ഉണ്ടായിരുന്നു, അപ്പോൾ വിട്ടില്ല. നമുക്കിനി മുകളിൽ പോയി ഉറങ്ങി എണീറ്റ പാടെ താഴോട്ട് വന്നതാണ്. ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് മിക്കവാറും ഞാൻ മേലോട്ട് കയറി വൃത്തിയാക്കാറ്. ഇസ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാലാണ് മേലെ കയറി വൃത്തിയാക്കണേ. ജനാലകളൊക്കെ തുറന്നിടാം. നല്ല മഴ ഉണ്ട്. നന്നായിട്ട് നന്നായി തൂത്ത് വൃത്തിയാക്കി വെക്കാം. നമുക്ക് ഷീറ്റൊക്കെ നന്നായിട്ട് കുടഞ്ഞിട്ട്. ഞാൻ മഴ കാരണം തുണികളെല്ലാം മേലുള്ള ഹോളിലാണ് വിരിച്ചിട്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ തൂത്ത് വൃത്തിയാക്കി. അതിനിടയിൽ സംസാരത്തിനിടയിൽ കൂടെ പുറത്ത് വെയിൽ വന്നത് കണ്ട് ഞാൻ തുണികളെല്ലാം എടുത്ത് പുറത്ത് വിരിച്ചിടാൻ വേണ്ടി പോയതാണ് മേലെ ടെറസിൽ. വെയിലിൻ്റെ കൂടെ നല്ല മഴ ഉണ്ടായിരുന്നു. വിരിച്ചിട്ട തുണികൾ എടുത്തിട്ട് വീണ്ടും ഞാൻ തിരികെ കൊണ്ടുവന്ന് ഹോളിൽ തന്നെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എടുത്ത പണി വീണ്ടും എടുക്കാമെന്ന് പറയില്ല, അതേപോലെ വിരിച്ചിട്ടു. പിന്നെ ഊണ് കഴിക്കാനുള്ള സമയമായി. ഞാനും ഇസ ബേബിയും കൂടി ഊണ് കഴിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. താങ്ക് യു.